മാത്യു കുഴൽനാടൻ എം.എൽ.എക്ക് വൻ തിരിച്ചടി. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുഴൽനാടന്റെ ഹർജി തള്ളി. ഹർജിയിൽ അന്വേഷണമില്ലെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. എക്സാലോജിക് CMRL ഇടപാട് സംബന്ധിച്ച് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ചേരുന്നു. വിജിൻ, കോടതി മാത്യു കുഴൽനാടൻ്റെ ഹർജി പൂർണ്ണമായും തള്ളി. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ രാഷ്ട്രീയ വിവാദമാക്കി ഇതിനെ നിലനിർത്തിയാണ് പിന്നീട് വിജിലൻസ് അന്വേഷണ ആവശ്യവുമായി കുഴൽനാടൻ കോടതിയിലേക്ക് പോയത്. ആ ശ്രമം ആകെ പരാജയപ്പെട്ടു എന്നാണോ? തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. തെളിവുകൾ ഒന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ്റെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഹർജി തള്ളിയിരിക്കുന്നത്. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ കോടതി കേസ് പരിഗണിച്ചപ്പോഴെല്ലാം തെളിവ് ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു തെളിവും ഹാജരാക്കാൻ മാത്യു കുഴൽനാടൻ ആ ഘട്ടത്തിൽ ഒന്നും കഴിഞ്ഞില്ല. അവസാനം കേസ് വിധി പറയാൻ മാറ്റിയ ഘട്ടത്തിലാണ് താൻ ഒരു തെളിവ് ഹാജരാക്കിയിട്ടുണ്ട് എന്ന് കോടതിയിൽ വ്യക്തമാക്കിയത്. അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു യോഗം വിളിച്ചതിൻ്റെ മിനിറ്റ്സ് ആയിരുന്നു അന്ന് മാത്യു കുഴൽനാടൻ ഹാജരാക്കിയത്. പിന്നീട് കോടതി വിധി പറയാനായി വീണ്ടും കേസ് മാറ്റി. അതിനുശേഷം താൻ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഹർജിയിൽ പുനർവാദം കേൾക്കണം എന്ന ഒരു പുതിയ വാദവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തുകയായിരുന്നു. അതും തള്ളിക്കൊണ്ടാണ് കോടതി ഇന്ന് വിധി പറയാനായി ഈ ഹർജി മാറ്റിയത്. ഇന്ന് വിധിയിൽ ഒറ്റ പ്രസ്താവം മാത്രമാണ് നടത്തിയത്. അതിൽ കോടതി വ്യക്തമാക്കുന്നത് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മാത്യു കുഴൽനാടൻ്റെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി തള്ളുകയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാലും വലിയ തിരിച്ചടിയാണ്. ശരത് നേരം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട വലിയ തരത്തിലുള്ള വിവാദമാക്കി മാറ്റാനുള്ള ശ്രമം മാത്യു കുഴൽനാടൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. മാസപ്പടി എന്ന പേരിട്ടായിരുന്നു ഈ വിവാദങ്ങൾ അന്നു മുതൽ തുടങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും തെളിയിക്കാൻ ഒരു ഘട്ടത്തിലും മാത്യു കുഴൽനാടന് കഴിയുകയും ചെയ്തില്ല. അതിൻ്റെ ഏറ്റവും അവസാനമാണ് കോടതിയെ സമീപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കുഴൽനാടൻ എത്തിയത്. ആ കോടതിയിൽ നിന്നും വൻ തിരിച്ചടി തന്നെ മാത്യു കുഴൽനാടന് സംഭവിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താസമ്മേളനത്തിൽ ഒക്കെ മാധ്യമ പ്രവർത്തകരോട് കുഴൽനാടൻ വ്യക്തമാക്കിയത്, ഞങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ ഈ കോടതിയാണോ വിശ്വാസം അതോ മാധ്യമങ്ങളെയാണോ വിശ്വാസം എന്ന ചോദ്യത്തിന് പോലും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയത് കോടതി എന്ത് വിധി പറഞ്ഞാലും താൻ ജനങ്ങളോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തും എന്നായിരുന്നു. അത്തരത്തിൽ അന്ന് തന്നെ മാത്യു കുഴൽനാടന് ഈ കേസിൽ ഹർജി തള്ളും എന്ന കാര്യത്തിൽ കൃത്യമായ അറിയാമായിരുന്നു. കാരണം അഭിഭാഷകൻ കൂടിയാണ് മാത്യു കുഴൽനാടൻ. ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ കേസിൽ വിധി തനിക്കെതിരാകും എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള മാത്യു കുഴൽനാടന് വൻ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള വിധി ഉണ്ടായിട്ടുള്ളത്. ശരത്ത്. ശരി, വിജിനാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. മലയാള മനോരമയാണ് മാസപ്പടി എന്ന പേര് ഇതിന് നൽകിക്കൊണ്ട് അതിനെ ഒരു വിവാദമാക്കി, രാഷ്ട്രീയ വിവാദമാക്കി പ്രതിപക്ഷത്തിന് UDFന് ഒരവസരം എന്ന മട്ടിലേക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള നിരീക്ഷണങ്ങൾ നിയമവിദഗ്ധരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കാത്തതായിട്ടുള്ള ഒരു നീക്കമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ആയുസ് ഉണ്ടാവില്ല എന്ന നിരീക്ഷണം അന്ന് തന്നെ വളരെ ശക്തമായി വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരുപറ്റം മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു വിവാദത്തെ അതേപടി ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ്, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടനാണതിൽ ഇങ്ങനൊരു നിയമപരമായ വഴിയിലൂടെ കൂടി സഞ്ചരിച്ച് ഏതാണ്ടൊരു രാഷ്ട്രീയ നേട്ടമായി കളയാം എന്ന നിലയിൽ പോയി. അന്ന് തന്നെ ഇതിൻ്റെ പോരായ്മകളെക്കുറിച്ച്, ഇതിൻ്റെ അപക്വമായ നീക്കത്തെക്കുറിച്ചൊക്കെ ശക്തമായ നിരീക്ഷണങ്ങൾ ഉയർന്നു വന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിജിൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 തവണയായി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒരു ഹർജി സമർപ്പിക്കുമ്പോൾ ആ ഹർജി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാകുന്ന തരത്തിലേക്കുള്ള സ്വാഭാവികമായിട്ടുള്ള വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട്. അന്വേഷണം എന്ന ആവശ്യത്തിനെ കൂടുതൽ ബലം പകരാൻ കഴിയുന്നുള്ള തെളിവുകൾ നൽകേണ്ടതുണ്ട്. ഇതൊന്നും നൽകാൻ കഴിയാതെ കേവലം ഒരു ഹർജി സമർപ്പിക്കുക എന്ന നിലയിൽ മാത്രം പരിമിതപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് നേരത്തെ തന്നെ പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ ചില രേഖകളൊക്കെ ഹാജരാക്കാൻ അവസാന നിമിഷം അതിൻ്റെ പേരിൽ കൂടുതൽ വാദം കേൾക്കാനൊക്കെ സമയം ചോദിക്കുന്ന നിലയിലൊക്കെ മാത്യു കുഴൽനാടൻ എന്ന ഹർജിക്കാരൻ MLA കഴിഞ്ഞ തവണ പെരുമാറി. പക്ഷേ അതെല്ലാം കോടതി തള്ളിക്കൊണ്ടാണ് ഇന്ന് ഈ കേസിൽ ഈ ഹർജിയിൽ ഉത്തരവിനായി മാറ്റിയത്. ഇന്ന് ഉത്തരവ് വന്നപ്പോഴാണ് മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി അല്ലെങ്കിൽ ഉത്തരവ് വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്.